ഹായ് ഫ്രണ്ട്സ്, എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ആർക്കെങ്കിലും ഒന്ന് സൂചിപ്പിക്കാമോ? എന്നാൽ ഞാൻ പറയാം. ഇതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങുന്ന ചുണ്ടൻ കടല എന്ന് പറയില്ലേ, നമ്മൾ പുട്ടിനൊക്കെ വയ്ക്കുന്ന കടലക്കറി, ആ ചുണ്ടലാണിത്. എനിക്കിത് ഒരു 8 എനിക്ക് ഞങ്ങളൊരു ഗുജറാത്ത് യാത്ര പോയപ്പം അവിടെ വച്ച് എനിക്ക് കിട്ടിയതാണ്. ഇത് നമ്മൾ വാങ്ങുന്ന കടല പോലെ ഇരിക്കില്ല, ഇതിനകത്തൊരു കവറിങ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ കിട്ടിയപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ഇത് കടലയാണെന്ന് പറഞ്ഞു. എന്നാലും ഞാനിത് വാങ്ങിച്ചു. ഇങ്ങനെയാണ് ആ കടല അത് ഇരിക്കുന്നത്, ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനതിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാനിതിനെ ഒരു കൊച്ച് നമ്മുടെ ഒരു ബക്കറ്റ് എടുത്ത് അതിൽ മണ്ണിട്ട് വേറെ ഒരു വളവും ഒന്നും ചേർത്തിട്ടില്ല. അതിനെ അവിടെ ഒന്ന് താത്തു വെച്ചു. അത് പൊടിക്കുമെന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അതിൽ മുളപ്പ് വന്നു, അത് കൊച്ചു ഇലകൾ വിടർന്നു, അതങ്ങ് പടർന്നു, ചെറുതായിട്ടൊന്നും പടർന്നു. പിന്നെ അതൊരു ഏകദേശം ഒരു 2 മാസം ഒന്നും ആയിട്ടില്ല. അപ്പം പടർന്നു, അതിൽ കുഞ്ഞു നീല പൂക്കൾ വന്നു, അത് കായായി, അത് പഴുത്തു. അത് പൊട്ടിച്ച് നോക്കിയപ്പോൾ അതിനകത്തിരുന്നതാണ് നമ്മുടെ ഈ ചുണ്ടൻ. കണ്ടല്ലോ, ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ് പൊട്ടിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിലുള്ള ചുണ്ടൽ നമുക്ക് കിട്ടുന്നത്. ഇതുപോലെയാണ് നമുക്ക് കിട്ടാറുള്ളത്. അതിന് നമുക്ക് അതിൻ്റെ അതിൻ്റെ പുറത്തുള്ള അതും കൂടി ഒന്ന് ഇളക്കുമ്പോൾ അതിനകത്താണ് മിക്കവാറും 2 എണ്ണമാണ്, ഒന്നിനകത്ത് 2 കടലയാണ് ഇരിക്കുന്നത്. ഇതിൽ വളമൊന്നും ഇടാത്തതുകൊണ്ടായിരിക്കാം ഇത്രയും കുഞ്ഞായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എടുത്തിട്ട് ഇനി അടുത്തൊന്ന് നമുക്ക് വളമൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് നട്ടു നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ പറിച്ച് മാറ്റി വെച്ചേക്കാണ്. ഇനി അതിൽ കുറച്ചും കൂടി പറിക്കാൻ നിൽപ്പുണ്ട്. ഞാൻ കുറച്ചെടുത്ത് പറിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നാലും എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ വന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ചുണ്ടൻ കടല. കണ്ടോ, ഇതേപോലെ നമുക്ക് ഓരോന്നും പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്താണ് ഇത് കടല ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടല്ലോ. അപ്പം നമ്മുടെ നാട്ടിലും നമുക്ക് ചുണ്ടൻ കടല വിളയിക്കാമെന്നുള്ളതിന് തെളിവാണ്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായല്ലോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ. ശരി, ഓക്കെ, ബൈ.